രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളെ വീണ്ടും വിവാദ ചുഴലിലാഴ്ത്തി കേരള സ്റ്റോറി 2 സിനിമയും അതിനെതിരെയുള്ള സമരമുറകളും മാറിക്കഴിഞ്ഞു. സിനിമയ്ക്കെതിരെ പ്രതിഷേധ സൂചകമായി SFI പ്രഖ്യാപിച്ച ബീഫ് ഫെസ്റ്റിവലിനെതിരെ മുസ്ലിം ലീഗും MSFും രംഗത്ത് വന്നതോടെ വിഷയം പുതിയൊരു രാഷ്ട്രീയ സംവിധാനത്തിന് വഴിയൊരുക്കുകയാണ്. ബീഫ് ഫെസ്റ്റ് എന്നത് കേവലം ഒരു സമരമല്ലെന്നും അത് പ്രകോപനപരമായ ഒരു നീക്കമാണെന്നുമാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. RSSനെ പോലെ തന്നെ സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് CPIM ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. മുസ്ലിം വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വില കുറഞ്ഞ രാഷ്ട്രീയ കളിയാണ് ഇടതു കേന്ദ്രങ്ങൾ പയറ്റുന്നതെന്നും സലാം കുറ്റപ്പെടുത്തി. ബീഫ് ഫെസ്റ്റ് എന്ന സമരമുറയോട് ലീഗ് സ്വീകരിക്കുന്ന വിയോജിപ്പിന് പിന്നിൽ വ്യക്തമായ സാമൂഹിക നിരീക്ഷണങ്ങളുണ്ട്. ബീഫ് എന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന്റെ മാത്രം കുത്തകയല്ലെന്നും ഭക്ഷണത്തെ മതവുമായി ബന്ധിപ്പിക്കുന്നത് തന്നെ വിഡ്ഢിത്തമാണെന്നും സലാം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്നതും ആ മേഖലയിലെ ഫാക്ടറികളുടെ ഉടമസ്ഥത വഹിക്കുന്നതും BJP RSS പ്രവർത്തകരും മുസ്ലിം ലീഗും ഉൾപ്പെടുന്ന വലിയൊരു വിഭാഗമാണ്. അതിനാൽ ബീഫിനെ മുസ്ലിം സമുദായത്തിന്റെ അടയാളമായി ചിത്രീകരിക്കുന്നത് വഞ്ചനാപരമായ നിലപാടാണ്. സിനിമയിൽ കാണിക്കുന്ന കാര്യങ്ങൾ വിവിധ സമുദായങ്ങൾക്കിടയിൽ ശത്രുത വളർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനെതിരെ സർക്കാർ ചെയ്യേണ്ടത് കോടതിയെ സമീപിക്കുകയാണ്. അല്ലാതെ മറ്റൊരു വിഭാഗത്തിന്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രകോപന സമരങ്ങളല്ല വേണ്ടതെന്ന് ലീഗ് നിലപാട് വ്യക്തമാക്കുന്നു. ബീഫ് കഴിക്കാത്ത ഒരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട്. അവരെ പ്രകോപിപ്പിക്കുന്നതിലൂടെ RSSന്റെ രാഷ്ട്രീയത്തിന് വളം വെച്ച് കൊടുക്കുകയാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിങ്ങളെ വഞ്ചിക്കാനും അവരുടെ വോട്ടുകൾ തട്ടിയെടുക്കാനും നടത്തുന്ന ഈ രാഷ്ട്രീയ തോന്നിവാസം അംഗീകരിക്കാനാവില്ലെന്ന് PMA സലാം ഒരു മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കി. ഒരു വശത്ത് മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും മറുവശത്ത് തങ്ങൾ അവർക്കൊപ്പമാണെന്ന് സ്ഥാപിക്കാൻ ഇത്തരം നാടകങ്ങൾ കളിക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നത്. കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ മതേതരത്വത്തിന് ഭീഷണിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ അതിനെ നേരിടാൻ തിരഞ്ഞെടുക്കുന്ന രീതികൾ കൂടുതൽ വർഗീയമായ വിഭജനത്തിന് കാരണമാകരുത്. ഇതേ വിഷയത്തിൽ SFIക്കെതിരെ ആദ്യം രംഗത്ത് വന്ന MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫിന്റെ നിലപാടിനെ സലാം പൂർണ്ണമായും പിന്തുണച്ചു. ബീഫ് ഫെസ്റ്റ് നടത്തിയാൽ മുസ്ലിം ന്യൂനപക്ഷം ഇളകിപ്പോകുകയും CPIMനോടൊപ്പം നിൽക്കുകയും ചെയ്യുമെന്ന് കരുതുന്നത് രാഷ്ട്രീയ അബദ്ധമാണെന്നാണ് നജാഫ് പറഞ്ഞത്. വിശ്വാസികളെല്ലാം വർഗീയവാദികളാണെന്ന തെറ്റായ ധാരണയാണ് കമ്മ്യൂണിസ്റ്റുകാർ വെച്ചു പുലർത്തുന്നത്. RSSനെ എതിർക്കാൻ സാധാരണക്കാരായ ഹൈന്ദവ വിശ്വാസികളുടെ വികാരത്തെ മുറിവേൽപ്പിക്കുന്നത് ശരിയല്ല. കേരളത്തിലെ ഹൈന്ദവരിലും ബീഫ് കഴിക്കുന്നവരുണ്ട്. എന്നാൽ അത് നിഷിദ്ധമായി കാണുന്ന ഒരു വിഭാഗം ആളുകളുടെ വിശ്വാസത്തെ ബഹുമാനിക്കാനുള്ള ബാധ്യത മതേതര കേരളത്തിനുണ്ട്. ഗോമാംസം നിഷിദ്ധമാണെന്ന് കരുതുന്നവരുടെ മുന്നിൽ അത് ആഘോഷമാക്കി മാറ്റുന്നത് ജനാധിപത്യപരമായ പ്രതിഷേധമല്ലെന്ന് നജാഫ് ഓർമ്മിപ്പിച്ചു. വിശ്വാസികളെ RSSന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടാനാണ് SFIയുടെ ഇത്തരം പ്രവർത്തികൾ സഹായിക്കുന്നത്. മതേതരത്വം എന്നാൽ എല്ലാ വിശ്വാസികളെയും മാനിക്കുക എന്നതാണ്. SFIയുടെ നിലപാട് സംഘപരിവാറിനെ സഹായിക്കാനുള്ള പാലമായി മാറുകയാണ്. ഇതിനിടെ ബീഫ് ഫെസ്റ്റിവലിനെതിരെയുള്ള നജാഫിന്റെ നിലപാടിനെ ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല പിന്തുണച്ചത് വലിയ ചർച്ചയായിരുന്നു. എന്നാൽ തന്റെ നിലപാട് വിശ്വാസികൾക്ക് വേണ്ടി ഉള്ളതാണെന്നും ശശികലയുടെ പിന്തുണ തനിക്ക് ആവശ്യമില്ലെന്നും നജാഫ് തുറന്നടിച്ചു. താൻ ഉയർത്തിയ വിഷയം മതേതരത്വവും വിശ്വാസികൾക്കിടയിലെ പരസ്പര ബഹുമാനവുമാണ്. അതിനെ വർഗീയ താല്പര്യങ്ങളുമായി കൂട്ടിക്കുഴക്കേണ്ടതില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതിനെതിരെ SFIയുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. MSF സ്വീകരിക്കുന്ന നിലപാട് സംഘപരിവാർ രാഷ്ട്രീയത്തിന് വളം നൽകുന്നതാണെന്നും കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഒറ്റിക്കൊടുക്കുന്നതാണെന്നും SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് സാദിഖ് പറഞ്ഞു. കേരള സ്റ്റോറി എന്ന സിനിമ തന്നെ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും അതിനെതിരെയുള്ള ആർജവമുള്ള സമരങ്ങളെ തുരങ്കം വെക്കാനാണ് ലീഗും MSFും ശ്രമിക്കുന്നതെന്നും SFI ആരോപിക്കുന്നു. എന്നാൽ SDPI പോലുള്ള തീവ്ര നിലപാടുള്ള സംഘടനകളാണ് SFIയുടെ ബീഫ് ഫെസ്റ്റിവിനെ പിന്തുണയ്ക്കുന്നതെന്ന് MSF തിരിച്ചടിച്ചു. കേരള സ്റ്റോറി സിനിമയുടെ രണ്ടാം ഭാഗം പുറത്തു വരുന്നത് കേരളത്തിലെ സമാധാനപരമായ അന്തരീക്ഷത്തിന് ഭീഷണിയാണെന്ന് എല്ലാ മതേതര പാർട്ടികളും ഒരുപോലെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും പ്രതിഷേധത്തിന്റെ രീതിശാസ്ത്രത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ ഭിന്നത വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിമരുന്നിടും. മുസ്ലിം സമുദായത്തിന് ബീഫുമായുള്ള ബന്ധത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഒഴിവാക്കണമെന്ന ലീഗിന്റെ നിലപാട് വലിയൊരു വിഭാഗം മുസ്ലിങ്ങളും സംഘടനകളും ഏറ്റുപിടിക്കാൻ സാധ്യതയുണ്ട്. മതവിശ്വാസവും രാഷ്ട്രീയവും വേറിട്ട് നിൽക്കുന്നതാണെന്നും ഒരു സിനിമയെ നേരിടാൻ ഭക്ഷണത്തെ ആയുധമാക്കുന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലെന്നും സലാം ആവർത്തിച്ചു. CPIMന്റെ മുസ്ലിം പ്രീണന രാഷ്ട്രീയത്തെ തുറന്നു കാട്ടാനുള്ള അവസരമായാണ് ലീഗ് ഇതിനെ കാണുന്നത്.
മുസ്ലിങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിനേക്കാൾ ഇത്തരം വൈകാരികമായ വിഷയങ്ങൾ ഉപയോഗിച്ച് വോട്ട് ബാങ്ക് സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് വിമർശനം ഉയരുന്നുണ്ട്. കേരള സ്റ്റോറിക്കെതിരെ നിയമപോരാട്ടം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നും അത് ചെയ്യാതെ തെരുവിൽ ബീഫ് വിതരണം ചെയ്യുന്നത് രാഷ്ട്രീയ കാപട്യമാണെന്നും ലീഗ് നേതൃത്വം ആരോപിക്കുന്നു. ആത്യന്തികമായി സിനിമയുടെ പേരിൽ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ നേരിടാൻ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട സമരമുറകളാണ് വേണ്ടതെന്ന സന്ദേശമാണ് മുസ്ലിം ലീഗ് നൽകുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം വോട്ടുകൾ ആർക്കൊപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത്തരം തർക്കങ്ങൾ കേരളത്തിൽ ഉടലെടുക്കുന്നത്.